ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈ സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 2 പാത്സ് ടു പ്രോഗ്രസ് എന്നുള്ള യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോട്ട് വച്ചിട്ടാണ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള പോത്തിലെ 2 ലൈൻസാണ്. 2 roads diverged in a wood, and I took the one less travelled by, and that has made all the difference. 2 വ്യത്യസ്ത റോഡുകളുണ്ട്. അതിൽ ആരും സഞ്ചരിക്കാത്ത റോഡിലൂടെ ഞാൻ സഞ്ചരിച്ചു. അത് എല്ലാ മാറ്റങ്ങൾക്കും കാരണമായി എന്നാണ് ഈ വേർഡ്സിൻ്റെ മീനിങ്. ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഇസ് എ സ്പീച്ച്, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. ശ്രീകാന്ത് ബൊല്ല. ലെറ്റ് us look to the profile of Srikanth Bolla. Srikanth Bolla was born in 1991 at മച്ചിലപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ മച്ചിലപട്ടണം എന്നുള്ള സ്ഥലത്താണ് ശ്രീകാന്ത് ബൊല്ല ജനിച്ചിട്ടുള്ളത്. ഹിസ് പാരൻസ് വർ അൺഎഡ്യൂക്കേറ്റഡ് ഫാമേഴ്സ്. അദ്ദേഹത്തിൻ്റെ പേരൻസ് ഫാമേഴ്സ് ആയിരുന്നു. ഹി ഹാസ് ബീൻ എ യൂത്ത് ലീഡർ സിൻസ് 2005 ആൻഡ് എ മെമ്പർ ഓഫ് ദി ലാൻഡ് ഇന്ത്യ ക്യാമ്പയിൻ ഓഫ് 2020, ദ നാഷണൽ യൂത്ത് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ബൈ ദി ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. 2005 മുതൽ അദ്ദേഹം യൂത്ത് ലീഡറാണ്. അതുപോലെ തന്നെ ലീഡ് ഇന്ത്യ ക്യാമ്പയിൻ്റെ മെമ്പറായിട്ടുണ്ട് 2020. In 2012, Bolla set up Bollant Industry with a partner Ravi Manda. രവി മന്ദ എന്ന് പറയുന്ന ഒരു പാർട്ട്ണറെ കൂട്ടിയിട്ട് അദ്ദേഹം ബൊല്ലാണ്ട് ഇൻഡസ്ട്രി തുടങ്ങി. ഇറ്റ് പ്രൊഡ്യൂസ്ഡ് എക്കോ-ഫ്രണ്ട്ലി റീസൈക്കിൾഡ് ക്രാഫ്റ്റ് പേപ്പർ ആൻഡ് പാക്കിംഗ് പ്രൊഡക്ട്സ് ഫ്രം നാച്ചുറൽ ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽ. അദ്ദേഹത്തിൻ്റെ ബെല്ല ഇൻഡസ്ട്രിയിൽ ഈ റീസൈക്കിൾഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് പേപ്പേഴ്സും അതേപോലെ പാക്കിംഗ് പ്രൊഡക്ട്സുമാണ് ഉണ്ടാക്കുന്നത്. ശ്രീകാന്ത് ബൊല്ല ഇസ് ദി ഡയറക്ടർ ഓഫ് സെർച്ച് ഇമ്പാക്ട് ഫൗണ്ടേഷൻ വിച്ച് ഹി ഫൗണ്ടഡ് ഇൻ 2016. 2016 അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള സെർച്ച് ഇമ്പാക്ട് ഫൗണ്ടേഷൻ്റെ ഡയറക്ടറാണ്. The organization aimed to enable individuals and institutions in India to achieve the Sustainable Development Goal by 2030. 2030 ആകുമ്പോഴത്തേക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ഈ സെർച്ച് ഇമ്പാക്ട് ഫൗണ്ടേഷൻ. In 2017, Bolla was named in the Forbes magazine list of 30 under 30 across all of Asia. A biopic of his life, Srikanth, was released in 2024. 2024 അദ്ദേഹത്തിൻ്റെ ബയോപിക് ആയിട്ടുള്ള ശ്രീകാന്ത് എന്നുള്ള ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. സക്സസ് റിക്വയർസ് വിഷൻ ആൻഡ് പെർസിവറൻസ് റേദർ ദാൻ ലക്ക്, ഡസൻറ്റ് ഇറ്റ്? അപ്പോൾ നമ്മളൊരു കാര്യത്തിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമുക്ക് ദീർഘവീക്ഷണം വേണം, അതുപോലെ തന്നെ നിരന്തര പ്രയത്നം വേണം. അല്ലാണ്ട് ഒരു ലക്കായിട്ട് സക്സസ് വരില്ല. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? പ്രോബ്ലം ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെയിലിയർ ആസ് പ്രാക്ടീസ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും എടുക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ തോറ്റു പോകുമ്പോൾ അതൊരു പ്രാക്ടീസ് ആയിട്ടും എടുക്കാൻ പഠിക്കണം. ഡു യു എഗ്രി? നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? Now let's listen to a visually challenged visionary who has changed his own life and the lives of many others. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ശ്രീകാന്തിൻ്റെ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ശ്രീകാന്തിൻ്റെ സ്റ്റോറി നോക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ചുറ്റുള്ള പലരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സ്പീച്ച് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേര് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ, ശ്രീകാന്ത് ബൊല്ല. ബാരിയേഴ്സ് എന്നുള്ള ടേമിൻ്റെ മീനിങ് തടസ്സങ്ങൾ എന്നാണ്. ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ തകർക്കുക. ഈ തടസ്സങ്ങളെ തകർക്കുക എന്നാണ് മീനിങ് വരുന്നത്. ഐ വിൽ ഫ്ലൈ, ഞാൻ എന്തായാലും പറക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മളുടെ ടൈറ്റിലിൻ്റെ മീനിങ് വരുന്നത്. ഇനി നമുക്ക് സ്പീച്ച് നോക്കാം. ഹലോ, ഐ ആം ശ്രീകാന്ത്, ആൻ എൻട്രപ്രീനിയർ. ഞാൻ ശ്രീകാന്ത്, ഞാനൊരു എൻട്രപ്രീനിയർ ആണെന്നാണ് പറയുന്നത്. എൻട്രപ്രീനിയർ എന്ന് വെച്ചാൽ സംരംഭകൻ. ഡു യു നോ ദാറ്റ് 51% ഓഫ് ദി ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയിഡ്? ഇന്ത്യക്കാരിൽ 51% പേരും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്കറിയുമെന്നാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. ലെറ്റ് മീ ഷെയർ ദ സ്റ്റോറി ഓഫ് ദി റിച്ചസ്റ്റ് എൻട്രപ്രീനിയോറിയൽ കപ്പിൾസ് ഇൻ ദി വേൾഡ്, മൈ പാരൻസ്. ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള എൻ്റർപ്രീനിയോറിയൽ കപ്പിൾസിൻ്റെ സ്റ്റോറി, കഥ ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അത് ആരാണെന്ന് പറയുന്നത്? മൈ പാരൻസ്, എൻ്റെ പാരൻസ് ആണത്. ദേ ഏൺഡ് ജസ്റ്റ് ₹20,000 എ ഇയർ ഫ്രം ദിയർ സ്മാൾ പ്ലോട്ട് ഓഫ് ലാൻഡ്. അവരുടെ ചെറിയൊരു ഭൂമിയിൽ നിന്ന് അവർ വർഷവും 20,000 രൂപ സമ്പാദിക്കുമായിരുന്നു. ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഈസ് ദി ഹാപ്പിയസ്റ്റ് തിങ് ഫോർ എവറി മാരീഡ് കപ്പിൾസ്. എല്ലാ മാരീഡ് കപ്പിൾസിനും ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതാണ്. At that moment in time, the term apple of the eye did not mean much to them.
ആ സമയത്ത് ദ ടേം ആപ്പിൾ ഓഫ് ദി ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഐഡിയമാണ് വിച്ച് മീൻസ് ദാറ്റ് ഫേവറേറ്റ് തിങ് ഇൻ സമ്മൺസ് ലൈഫ്, നമ്മളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെതർ ഓഫ് മൈ പാരൻസ് ഹാഡ് എവർ സീൻ ആൻ ആപ്പിൾ നോ ഡിഡ് ഐ ഹാവ് ആൻ ഐ. എൻ്റെ പാരൻസ് ആരും ആപ്പിൾ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ കണ്ണുമില്ല. അതായത് ആപ്പിൾ അദ്ദേഹത്തിൻ്റെ പാരൻസിന് അന്നത്തെ സാഹചര്യത്തിൽ ആപ്പിൾ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് അത് കാണാനുള്ളൊരു കണ്ണുമില്ല. വെൻ ഐ വാസ് ബോൺ വിതൗട്ട് ഐ സൊസൈറ്റി സോ മീ ആസ് എ ബേർഡൻ. ഞാനില്ലാതെ ജനിച്ച സമയത്ത് സൊസൈറ്റി എന്നെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭാരമായിട്ടാണ്. സം ഈവൻ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ബി സ്മോത്തേർഡ്. ചിലരെന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലണം എന്ന് പോലും നിർദ്ദേശിച്ചു. സ്മോതേർഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ശ്വാസം മുട്ടിക്കുക എന്നാണ് കേട്ടോ. ബട്ട് മൈ പാരൻസ് ഷവേർഡ് ഓൺ മീ ഇമ്മെൻസ് ലവ് ആൻഡ് കെയർ. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് അതിരറ്റ സ്നേഹവും കരുതലും നൽകി. ഓക്കെ, അദ്ദേഹത്തിന് ഭയങ്കര ലവും കെയറും നൽകിയിട്ടാണ് വളർത്തിയിട്ടുള്ളത്. ദേ ഫെൽറ്റ് ദേ വർ ദ റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദി വേൾഡ്. അവർ ചിന്തിക്കുന്ന എന്താണ്, അവരാണ് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കപ്പിൾ എന്നാണ്. ആൻഡ് ഐ കൺസിഡർ മൈ സെൽഫ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ. അതുകൊണ്ട് ശ്രീകാന്ത് പറയണം, ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും ലക്കിയസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള വ്യക്തിയാണ് ഞാനെന്നാണ്. കാരണം അങ്ങനത്തെ ഒരു കപ്പിൾസിന് ജനിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ലക്കിയാണ്. ആസ് എ ചൈൽഡ് ഐ സ്പെൻഡ് മച്ച് ഓഫ് മൈ ടൈം വിത്ത് മൈ ഫാദർ ഇൻ ദി ഫീൽഡ്. ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് അച്ഛൻ്റെ കൂടെ ഫീൽഡിലാണ്. ഹൗവർ മൈ ഷോർട്ട് ലെഗ്സ് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഹെൽപ്പ്. എൻ്റെ ഈ നീളം കുറഞ്ഞ കാലുകൾ കാരണം എനിക്ക് സഹായിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. മൈ ഫാദർ ബിഗെയിൻ ടു തിങ്ക് ദാറ്റ് പെർഹാപ്സ് ദി പീപ്പിൾ ഹു ഡൗട്ടഡ് മൈ ഫ്യൂച്ചർ മൈറ്റ് ബി റൈറ്റ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചിന്തിക്കാൻ തുടങ്ങി, അതായത് ഇദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത് ശരിയാണ് എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇങ്ങനൊരു കുട്ടി ഫ്യൂച്ചർ എന്താവും, അവൻ്റെ ഭാവി എന്താവും എന്നുള്ള രീതിയിലൊക്കെ ഭാവിനെ കുറിച്ചൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അച്ഛനും തുടങ്ങി. ഹീ റിയലൈസ്ഡ് ഐ ഡിഡ്ന്റ് ഫിറ്റ് ഇൻ ടു ദി ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ. ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഫാമിംഗ് മോഡൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വഴങ്ങില്ല, അല്ലെങ്കിൽ എൻ്റെ രീതിക്ക് അതൊന്നും ഒതുങ്ങില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മനസ്സിലാക്കി. ദെൻ ഹീ ഡിസൈഡഡ് ദാറ്റ് എഡ്യൂക്കേഷൻ വാസ് ടു ബി മൈ പാത്ത്. പിന്നീട് അദ്ദേഹം തീരുമാനിച്ചു എഡ്യൂക്കേഷനാണ് എൻ്റെ വഴി എന്നുള്ളത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ണ് കാണാത്ത കുട്ടികളാകുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ രീതിയാണ് ബെറ്റർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫാദർ റിയലൈസ് ചെയ്തു കേട്ടോ. Despite the challenges of trekking to a far-away school and being ignored by teachers and classmates, I persevered. അപ്പോൾ എന്താ പറയുന്നത്, ട്രക്കിംഗ് എന്നുള്ള വേർഡിൻ്റെ ഉദ്ദേശിക്കുന്നത് കാൽനട. ദൂരെയുള്ള സ്കൂളിലോട്ട് കാൽനട എന്നുള്ളത് ഒരു ചാലഞ്ചായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച്. അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട്, ആ ചാലഞ്ചൊക്കെ ഇഗ്നോർ ചെയ്തിട്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സിൻ്റെയും ഒക്കെ അവഗണന ഉണ്ടായിട്ടും അദ്ദേഹം ക്ഷമയോടെ പോയിരുന്നു സ്കൂളിലോട്ട്. പെർസിവിയർഡ് മീൻസ് സഹിച്ചു നിന്നിരുന്നു അദ്ദേഹം. അവരുടെ ഇഗ്നോറൻസും ഇത്രയും ദൂരമുള്ള യാത്രയും ഇതൊക്കെ സഹിച്ച് അദ്ദേഹം നിന്നു. For 2 years, I sat on the last bench, excluded from activities. 2 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റത്തെ ബെഞ്ചായിരുന്നു. എക്സ്ക്ലൂഡഡ് ഫ്രം ആക്ടിവിറ്റീസ്, എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നും അദ്ദേഹത്തെ ഒഴിച്ചു നിർത്തിയിരുന്നു. എക്സ്ക്ലൂഡഡ് എന്നുള്ള ടേമിൻ്റെ ഒഴിവാക്കുക എന്നാണ് കേട്ടോ. ഐ ദെൻ ഫെൽറ്റ് ലൈക്ക് ദ പുവറസ്റ്റ് ചൈൽഡ് ഇൻ ദി വേൾഡ്. അദ്ദേഹത്തിന് ആ നിമിഷത്തെയൊക്കെ തോന്നിയത് ഏറ്റവും പുവറസ്റ്റ് ആയിട്ടുള്ള ചൈൽഡ് ഞാനാണ് എന്നാണ്. കാരണം എല്ലാത്തിനും ഇഗ്നോറൻസ് ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഒരു ആക്ടിവിറ്റിയിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നില്ല, ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ അവഗണിക്കുന്നു. ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് കാരണം. നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ലാക്ക് ഓഫ് മണി ബട്ട് ബിക്കോസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ. ഞാൻ പുവറാണ് എന്ന് എനിക്ക് തോന്നിയത് പൈസയുടെ കാര്യം എന്നുള്ള രീതിയിലല്ല, ബട്ട് ബിക്കോസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ. ഏകാന്തത കൊണ്ടും ഒറ്റപ്പെടുത്തൽ കൊണ്ടും. ഐസൊലേഷൻ മീൻസ് ഒറ്റപ്പെടുത്തൽ, ലോൺലിനെസ് മീൻസ് ഏകാന്തത, സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. Eventually, my parents and relatives decided that I should study in a school with students like me. പിന്നീട് എൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സും തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നെപ്പോലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കണമെന്ന്, ലൈക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ളവരൊക്കെ പഠിക്കുന്നത്. സോ ഐ വാസ് സെൻറ്റ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്. അത് കാരണം എന്നെ പിന്നീട് ഒരു സ്പെഷ്യൽ സ്കൂൾ, ഹൈദരാബാദുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിലോട്ട് മാറ്റി. There I exceeded, becoming an outstanding student, earning top marks and representing India in chess and cricket.
എക്സെൽറ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് മികവ് പുലർത്തുക. ആ സ്കൂളിൽ ഞാൻ ഭയങ്കര മികവ് തെളിയിച്ചിരുന്നു. ബിക്കമിങ് എൻ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ്, ഒരു മികച്ച വിദ്യാർത്ഥിയായിട്ട്. ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് എന്ന് വെച്ചാൽ മികച്ച വിദ്യാർത്ഥി. ഏൺഡ് ടോപ്പ് റാങ്ക്സ്, ഭയങ്കര ടോപ്പ് റാങ്ക് മേടിച്ചു. ആൻഡ് റിപ്രസെൻറ്റിംഗ് ഇന്ത്യ ഇൻ ചെസ് ആൻഡ് ക്രിക്കറ്റ്, ചെസ്സിലും ക്രിക്കറ്റിലും ഇന്ത്യനെ റിപ്രസെൻറ്റ് ചെയ്ത് അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഐ ഹാഡ് ദ പ്രിവിലേജ് ഓഫ് വർക്കിംഗ് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം ഓൺ വേരിയസ് പ്രൊജക്ട് ലൈക്ക് ദി ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്ട്. അതിൽ ശ്രീകാന്ത് പറയാണ്, ഡോക്ടർ APJ അബ്ദുൽ കലാമിനൊപ്പം വിവിധ പ്രൊജക്റ്റുകളിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രിവിലേജ് മീൻസ് അനുഗ്രഹം. ഓക്കെ, ലൈക്ക് ദ ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്ട്. ഈ ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്റ്റ് 2020 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ് കേട്ടോ. അതിൻ്റെ മെയിൻ വിഷൻ എന്താണെന്ന് വെച്ചാൽ ടു ട്രാൻസ്ഫോം ഇന്ത്യ ഇൻ ടു എ ഡെവലപ്ഡ് നേഷൻ ബൈ എംപവറിങ് യൂത്തിനെ എംപവർ ചെയ്തിട്ട് നാഷൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. ഇതാണ് അതിൻ്റെ മെയിൻ വിഷൻ. വെൻ ഐ കംപ്ലീറ്റഡ് മൈ 10th grade with over 90% mark, I wanted to study science at the AP State Board. 10th ക്ലാസ്സിൽ 90% മാർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നീട് സയൻസ് സ്ട്രീം പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിലാണ് കേട്ടോ. However, I was told I could only take arts because I was impaired. എന്നിരുന്നാലും എനിക്ക് വൈകല്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് ആർട്സ് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇമ്പയർഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വൈകല്യമാണ് കേട്ടോ. I did not consider myself visually impaired but visually challenged. ശ്രീകാന്ത് പറയാണ്, ഞാൻ എന്നെ കാഴ്ച വൈകല്യമുള്ള ഒരു വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എന്നെ കൺസിഡർ ചെയ്തത് എങ്ങനെയാണ്, കാഴ്ച വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയായി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാഴ്ചക്ക് വെല്ലുവിളിയുള്ള ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് അദ്ദേഹം കാണുന്നത്. ഐ വാസ് നോട്ട് അലൗഡ് ടു പെർസ്യൂ മൈ പാഷൻ ഡ്യൂ ടു ദി പെർസെപ്ഷൻ ഓഫ് അതേഴ്സ്. പെർസ്യൂ എന്നുള്ള ടേമിൻ്റെ മീനിങ് പിന്തുടരുക. പെർസെപ്ഷൻ മീൻസ് ധാരണ. മറ്റുള്ളവരുടെ ധാരണ കാരണം എനിക്ക് എൻ്റെ പാഷനെ പിന്തുടരാനുള്ളൊരു അനുമതി ഉണ്ടായിരുന്നില്ല. rather than accept this, I decided to sue the government. ഇത് അംഗീകരിക്കുന്നതിന് പകരം, അതായത് അദ്ദേഹത്തിൻ്റെ ഡ്രീം പെർസ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് ബാക്കിയുള്ളവർ പറയുന്നുണ്ടല്ലോ, അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം എന്ത് തീരുമാനിച്ചു, I decided to sue the government. ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. After 6 months of legal battle, I received a government order allowing me to study science, but at my own risk. 6 മാസത്തെ നിയമയുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നൊരു ഓർഡർ കിട്ടുകയാണ്. അതായത് അദ്ദേഹത്തിന് സയൻസ് പഠിക്കാം, പക്ഷേ സ്വയം ഉത്തരവാദിത്തത്തിൽ മാത്രം. ഹിസ് ഓൺ റിസ്ക് എന്ന് പറഞ്ഞാൽ സ്വയം ഉത്തരവാദിത്തത്തിൽ. Despite the lack of resources, I worked hard with the help of a mentor. എനിക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ പോലും ഞാനൊരു മെൻറ്ററിൻ്റെ സഹായത്തോടെ നല്ല കഠിനാധ്വാനം ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ഷീ റെക്കോർഡഡ് മൈ ടെക്സ്റ്റ് ബുക്ക് ഓൺ ഓഡിയോ ആൻഡ് ഐ സ്കോർഡ് 98% ഇൻ മൈ എക്സാം. ശ്രീകാന്തിൻ്റെ മെൻറ്റ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ ഓഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാറാണ്. ആൻഡ് ലാസ്റ്റ് എക്സാമിന് അദ്ദേഹം 98% സ്കോർ ചെയ്തു. ദിസ് പ്രൂവ്സ് ദാറ്റ് എനി വൺ റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഇമ്പയർമെൻറ്റ് ഓർ ചാലഞ്ചസ് ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. ഇതെന്താ തെളിയിക്കുന്നത്? റിഗാർഡ്ലെസ് ഓഫ് എനി ഇമ്പയർമെൻറ്റ് ഓർ ചാലഞ്ചസ്, ഏതൊരു ബലഹീനതയും അതുപോലെ തന്നെ വെല്ലുവിളികളെയും. ഇമ്പയർമെൻറ്റ് എന്ന് വെച്ചാൽ ബലഹീനത, ചാലഞ്ചസ് മീൻസ് വെല്ലുവിളികൾ. അപ്പോൾ വെല്ലുവിളികളെയും നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, however, my journey didn't end there. പക്ഷേ എന്ത് പറഞ്ഞാലും എൻ്റെ ഒരു പഠിത്തം എന്നുള്ള ആ ജേർണി അവിടെ അവസാനിച്ചില്ല. When it was time to apply to top engineering schools like IIT, I was told that I couldn't sit for the competitive exam because of my blindness. അതുപോലെ തന്നെ പിന്നീടുള്ള ശ്രമം IIT-യിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സാവണം, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാൻ ശ്രീകാന്തിന് സാധിക്കില്ല, കാരണം അയാളുടെ ബ്ലൈൻഡ്നെസ് കൊണ്ട്. If IIT didn't want me, I decided I didn't want it either. പിന്നീട് ഞാൻ തീരുമാനിച്ചു IITക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് IITയും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ശ്രീകാന്ത് എത്താണ്. I applied to top schools in the United States and was accepted into MIT, Stanford, Berkeley and Carnegie Mellon. ഇതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് യുണൈറ്റഡ് സ്റ്റേറ്റിലൊക്കെ ഉള്ള ടോപ്പ് സ്കൂളുകൾസിൽ അപ്ലൈ ചെയ്തു. ആൻഡ് ആക്സെപ്റ്റഡ് ബൈ അദ്ദേഹത്തിന് ആക്സെപ്റ്റൻസ് കിട്ടിയത് MIT, മാസച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി യുണൈറ്റഡ് സ്റ്റേറ്റിലാണ്. അതുപോലെ തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ബെർക്ലി ആൻഡ്
കാർണഗി മെലൻ ഇവിടെ നിന്നൊക്കെ ആക്സെപ്റ്റൻസ് കിട്ടി. ഐ ചൂസ് ടു അറ്റൻഡ് MIT, ബിക്കമിങ് ദി ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ് ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി. അപ്പോൾ ഞാൻ MIT ആണ് ചൂസ് ചെയ്തത്. MITയിൽ സംബന്ധിച്ച് ഞാനായിരുന്നു അവിടുത്തെ ഏറ്റവും ആദ്യത്തെ ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇൻ്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ്. ഓക്കെ, while at MIT, I began to think deeply about my future. MITയിലായിരുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഭാവിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. Should I just get married, settle down and work in corporate America? അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിവാഹം കഴിച്ച് ജസ്റ്റ് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് അമേരിക്കയിൽ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുകയാണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ വേണോ എന്നുള്ള ചിന്ത. നോ, ഐ വോണ്ടഡ് ടു സോൾവ് ദി പ്രോബ്ലംസ് ഐ ഹാഡ് ഫേസ്ഡ്. പിന്നെ ശ്രീകാന്തിന് അതിനുള്ള ആൻസർ എന്ന് വെച്ചാൽ നോ, വേണ്ട, അങ്ങനെ സെറ്റിൽ ആവണ്ട. ഐ വോണ്ടഡ് ടു സോൾവ് ദി പ്രോബ്ലംസ് ഐ ഹാഡ് ഫേസ്ഡ്. ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യണം എന്നുള്ള തോട്ടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വൈ ചിൽഡ്രൻ ബി മെയ്ഡ് ടു സിറ്റ് ഓൺ ദി ലാസ്റ്റ് ബെഞ്ച്? എന്തുകൊണ്ടാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുത്തുന്നത്? വൈ ഷുഡ് 10% ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ ഹൂ ആർ ഡിസേബിൾഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദി എക്കണോമി? ഇന്ത്യയിലെ 10% വരുന്ന പോപ്പുലേഷനിൽ നിന്ന് ഡിസേബിൾഡ് ആയിട്ടുള്ളവരെ എന്തുകൊണ്ട് എക്കണോമിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു? എക്സ്ക്ലൂഡഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് മാറ്റി നിർത്തുക എന്നാണ്. എക്കണോമി എന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥ. ഓക്കെ, അതിൽ നിന്ന് എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്നുള്ളതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. These questions led me back to India, where I returned, giving up all the opportunities in corporate America to build a strong support system for the disabled. ഈ ക്വസ്റ്റ്യൻസ് എന്നെ ഇന്ത്യയിലോട്ട് തിരികെ പോകാൻ പ്രേരിപ്പിച്ചു. അമേരിക്കയിലുള്ള എല്ലാ അവസരങ്ങളും ഉപേക്ഷിച്ചിട്ട് ഇന്ത്യക്ക് പോയത് കേട്ടോ. ടു ബിൽഡ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ദി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് ശക്തമായൊരു പിന്തുണ കെട്ടിപ്പടുക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് മടങ്ങുകയാണ്. ഓക്കെ, ഇതിൽ ഓപ്പർച്യൂണിറ്റി മീൻസ് അവസരങ്ങൾ. ഓക്കെ, നെക്സ്റ്റ്. We established a platform, Buoyant Industry, together with my partner to find, rehabilitate, nurture and reintegrate disabled individuals into society rather than separate them from it. പിന്നീട് അദ്ദേഹം ബൊല്ലറ്റ് ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന്? റിഹബിലിറ്റേറ്റ് മീൻസ് പുനരധിവസിപ്പിക്കുക, നർച്ചർ മീൻസ് പരിപാലനം, ആൻഡ് റീഇൻറ്റിഗ്രേറ്റ് മീൻസ് പുതുക്കുക. ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ് ഇൻ ടു സൊസൈറ്റി റേദർ ദാൻ സെപ്പറേറ്റ് ദം ഫ്രം ഇറ്റ്. ഡിസേബിൾഡ് ആയിട്ടുള്ളവരെ സമൂഹത്തിൽ നിന്ന് വേർപെടുത്തുന്നതിന് പകരം കണ്ടെത്തി അവരെ പുനരധിവസിപ്പിച്ച് അവരെ പരിപാലിക്കുക. ഈ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ബൊല്ലന്റ് ഇൻഡസ്ട്രീസ് തുടങ്ങുന്നത്. We have supported over 3,000 students in education, vocational rehabilitation, sports and much more. 3,000 സ്റ്റുഡൻസിനെ എഡ്യൂക്കേഷനിൽ പഠനത്തിൽ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ സ്പോർട്സ്, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ഇതിലൊക്കെ അവർ സപ്പോർട്ട് ചെയ്തു കേട്ടോ. അവർ കമ്പനി നൗ എംപ്ലോയ്സ് ഓവർ 150 ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ്. ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ 150-ലേറെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഗ്രോസസ് ഓവർ $1 million ഇൻ സെയിൽസ്. ഞങ്ങളുടെ കമ്പനിയുടെ സെയിൽസ് $1 million മുകളിലായിട്ടുണ്ട്, ഗ്രോസ് ആയിട്ട്, ടോട്ടലായിട്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും എന്തും ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ബട്ട് വി ആർ സ്റ്റിൽ അറ്റ് ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് അവർ ഗ്രോത്ത് വിത്ത് മച്ച് മോർ ടു ഡു. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് ഞങ്ങളുടെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇനീഷ്യൽ സ്റ്റേജ് മീൻസ് തുടക്കത്തിലെ സ്റ്റേജിലാണ്. ഇനി ഞങ്ങൾക്ക് ഉയരാനുണ്ട്, കുറേ ഉയരാനുണ്ട്. I want to leave you with 3 lessons. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് 3 പാഠങ്ങളാണ്. ഫസ്റ്റ്, show compassion and help others thrive. Compassion means അനുകമ്പ. Thrive means ഉയരാൻ. മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ വളരാൻ സഹായിക്കുക. True wealth doesn't come from money but from the happiness of others. ശരിക്കുള്ള സമ്പാദ്യം നമുക്ക് പൈസയിൽ നിന്നല്ല കിട്ടുക, മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോഴാണ് കിട്ടുക എന്ന് പറയുന്നത്. Second, remove loneliness from people's life as it is the worst form of poverty. ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ഏകാന്തത ഇല്ലാതാക്കുക. ലോൺലിനെസ് എന്ന് വെച്ചാൽ ഏകാന്തത. ഓക്കെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് ഏകാന്തത, അതായത് അവർ ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കുക. കാരണം അതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ഫൈനലി റിമെമ്പർ ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ് യു വിൽ ബി ദി ഫസ്റ്റ് ടു ബെനിഫിറ്റ്. നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഫസ്റ്റ് നമുക്ക് തന്നെ കിട്ടും. അതിൻ്റെ ആ നന്മയുടെ ബെനിഫിറ്റ് ഫസ്റ്റ് നമ്മളിൽ തന്നെ വന്ന് ചേരും. The world may look at me and say, Srikanth, you can do nothing. But I look at the world and say, I can do anything.
താങ്ക് യു. ഈ ലോകത്തെ എല്ലാതും എന്നെ നോക്കിയിട്ട് പറയുന്നുണ്ടാവും, ശ്രീകാന്ത് നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. പക്ഷേ ഞാൻ ഈ ലോകത്തിനോട് പറയുന്നു എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്. താങ്ക് യു. അഡോപ്റ്റഡ് ഫ്രം INK ടോക്സ്. ഓക്കെ, അപ്പോൾ താങ്ക് യു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചാപ്റ്റർ. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.